യുഎഇയിൽ മഴയുടെ അളവ് വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം. ക്ലൗഡ് സീഡിംഗ് ഗവേഷണങ്ങൾ വിപുലമാക്കും. $1.5 മില്യൺ കൃത്രിമ മഴ പെയ്യ്ക്കാനുള്ള പരീക്ഷണങ്ങൾക്കായി അനുവദിച്ചത്. 3 ക്ലൗഡ് സീഡിംഗ് ഗവേഷണങ്ങൾക്കാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അംഗീകാരം നൽകിയത്. 48 രാജ്യങ്ങളിൽ നിന്നുള്ള 140 ഗവേഷകരിൽ നിന്നാണ് 3 പേർ അവസാന പട്ടികയിലെത്തിയത്. അമേരിക്കയിലെ കൊളറാഡോയിൽ നിന്നുള്ള റഡാർ കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ മൈക്കൽ ഡിക്സൺ, ഓസ്ട്രേലിയയിലെ വിക്ടോറിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ലിൻഡ സു, ജർമ്മനിയിലെ ഹോഹൻഹൈം യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഒലിവർ ബ്രാഞ്ച് എന്നിവർ ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകും. 3 വർഷമാണ് ഗവേഷണ കാലയളവ്. ഡോക്ടർ ഡിക്സൺ മൈക്കിളിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൃത്രിമ ബുദ്ധിയും ഡുവൽ പോളറൈസേഷൻ റഡാറുകളും ഉപയോഗിച്ച് മേഘങ്ങൾക്കുള്ളിലെ മാറ്റങ്ങൾ പഠിക്കുകയും ശേഷം മേഘങ്ങളിൽ ക്ലൗഡ് സീഡിംഗ് നടത്തുകയും ഇതെങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. പ്രൊഫസർ ലിൻഡ സു നാനോ പാർട്ടിക്കിളുകൾ ഉപയോഗിച്ചുള്ള പുതിയ ക്ലൗഡ് സീഡിംഗ് മെറ്റീരിയലുകളാണ് വികസിപ്പിക്കുന്നത്. ഭൂപ്രകൃതിയിൽ മാറ്റം വരുത്തി മഴ പെയ്യിക്കാനാണ് ഒലിവർ ബ്രഞ്ച് ലക്ഷ്യമിടുന്നത്. ക്ലൗഡ് സീഡിംഗ് വഴി മഴ സൃഷ്ടിക്കാനല്ല ശ്രമിക്കുന്നതെന്നും നിലവിലുള്ള മേഘങ്ങളിൽ നിന്ന് മഴയുടെ അളവ് വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.